ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അജൂസ് കിച്ചൺ വേൾഡിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള അതുപോലെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പൊമഗ്രനേറ്റ് ജ്യൂസാണ് തയ്യാറാക്കുവാനായിട്ട് പോകുന്നത്. അപ്പോൾ പ്രത്യേകിച്ചും ചൂടിൻ്റെ സമയത്തൊക്കെ ഈ ഒരു ജ്യൂസ് കുടിക്കുകയാണെങ്കിൽ നമ്മുടെ ക്ഷീണവും ദാഹവും എല്ലാം മാറും. അത്രയ്ക്കും വളരെ നല്ല ഒരു ജ്യൂസാണിത്. ഇത് കുട്ടികൾക്കും വലിയവർക്കും എല്ലാം ഒരുപോലെ ഇഷ്ടപ്പെടും. അപ്പോൾ ഈ ഒരു ജ്യൂസ് നമ്മൾക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് ഞാനൊരു 2 പൊമഗ്രനേറ്റ് അഥവാ മാതള നാരങ്ങ എടുത്തിട്ടുണ്ട്. ഇനി വേണ്ടുന്നത് ഷുഗറാണ്. ഞാനൊരു 4 ടേബിൾ സ്പൂൺ ഷുഗറാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ആവാം. ഇനി വേണ്ടുന്നത് പാലാണ്. നല്ല തണുത്ത പാലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇനി വേണ്ടുന്നത് കണ്ടൻസ്ഡ് മിൽക്ക്. നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇതെല്ലാം ഇട്ട് കൊടുക്കാം. അപ്പം ഇതിലേക്ക് ഞാൻ ഷുഗർ 4 ടേബിൾ സ്പൂൺ ഷുഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഇത് എനിക്ക് പാകത്തിനുള്ള മധുരമുണ്ട്, ഇത്രയും മതി എനിക്ക്. പക്ഷെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാൻ കേട്ടോ. അപ്പം പാല് ഞാനൊരു 1/2 ഗ്ലാസ് പാല് മാത്രമാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. അതിൽ 2 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്കും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. കുറച്ച് പാല് വെച്ചിട്ട് ആദ്യം അരച്ചെടുക്കുക, ബാക്കി പിന്നീട് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 2-2.5 ഗ്ലാസ് പാല് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. ഇത് അരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് അല്ലാതെ കുടിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അങ്ങനെ കുടിച്ചാലും കുഴപ്പമൊന്നുമില്ല, നല്ലതാണ്. ഇവിടെ മക്കൾക്കൊക്കെ ഒന്ന് അരിച്ചു കൊടുക്കുമ്പോൾ അവർക്ക് അതാണ് ഒന്നും കൂടെ ഇഷ്ടം. അതുകൊണ്ട് ഞാൻ അരിച്ചെടുത്തേ ഉള്ളൂ. നല്ല തണുത്ത പാലെടുക്കുക കേട്ടോ, അപ്പോൾ ഒന്നും കൂടി ടേസ്റ്റിയാണ്. ഇപ്പം നമ്മളുടെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആദ്യം കുറച്ച് പാലൊഴിച്ച് നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം ബാക്കി പാല് ചേർത്ത് കൊടുക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ നന്നായിട്ട് നമുക്ക് മാതള നാരങ്ങ നന്നായിട്ട് അരഞ്ഞു കിട്ടും. ഈ ഒരു ജ്യൂസ് വളരെ ടേസ്റ്റിയാണ്, അതുപോലെ തന്നെ വളരെ ഹെൽത്തിയുമായിട്ടുള്ള ഒരു ഡ്രിങ്കാണ്. പ്രത്യേകിച്ചും പ്രഗ്നൻ്റ് ആയിട്ടുള്ള സ്ത്രീകളൊക്കെ ഇത് കുടിക്കുന്നത് വളരെ നല്ലതാണ്. ഇതിലേക്ക് ഞാൻ കുറച്ച് സ്ട്രോബെറി സിറപ്പ് കൂടെ ഗ്ലാസിൻ്റെ ആ ഒരു സൈഡിലൂടെ കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ഒരു നിർബന്ധമുള്ളതല്ല, ഒരു ഭംഗിക്ക് വേണ്ടി ഒഴിക്കുന്നേ ഉള്ളൂ. ഇപ്പം നമ്മളുടെ പൊമഗ്രനേറ്റ് ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു ഡ്രിങ്ക് എല്ലാവരും ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കാനും മറക്കല്ലേ. ഈ വീഡിയോ മറ്റുള്ളവർക്കും കൂടി പ്രയോജനപ്പെടേണ്ടതിനായിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുമല്ലോ. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടും മറക്കല്ലേ. അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.